ഹലോ ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾക്കായി ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിങ്ങിൻ്റെ എനർജി, ആദ്യത്തെ കാർഡ് കിങ് ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നല്ല ഉറപ്പുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ആദ്യം തന്നെ മനസ്സിലാവുന്നത്. അതായത് ഒരു നൈറ്റിൻ്റെ എനർജിയൊന്നുമല്ല. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തീരുമാനിച്ചുറപ്പിച്ച കിങ് ഓഫ് കപ്സ് ആണ്. അതായത് മാറുന്ന തരത്തിലുള്ളൊരു ബന്ധമോ അല്ലെങ്കിൽ ഈ ചാഞ്ചല്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. നല്ല ഉറപ്പുള്ളതായിരുന്നു എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഉറപ്പുള്ള, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് കൊടുങ്കാറ്റുകൾ, മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കൊടുങ്കാറ്റുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഖം നല്ല ഒരു കാമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഒരു കാമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എനർജിയാണ് എനിക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു എനർജി നമ്മുടെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ്സ് ആൾക്കുണ്ടെന്ന് തന്നെ ഇവിടെ പറയാം. അപ്പോൾ അതാണ് ആദ്യത്തെ എനർജി എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമത് കിട്ടിയ എനർജി ഒന്ന് ചെക്ക് ചെയ്യാം. രണ്ടാമത് കിട്ടുന്നത് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് ആണ് എനിക്ക് മനസ്സിലാവുന്നത്. നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു ദുഃഖത്തിലാണ് ഇപ്പോൾ കറണ്ട് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. മുന്നോട്ട് ഒരു വാതിലുണ്ട്, വാതിൽ തുറക്കാനുള്ള താക്കോൽ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ ആൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. തൻ്റെ കയ്യിൽ നിന്നും കളഞ്ഞു പോയ ആ കാര്യത്തിനെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ രണ്ടാമതായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ എനർജി ചിലപ്പോൾ നിങ്ങളുടെ കാണുന്നവരുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആളിൻ്റെ എനർജി ആയിരിക്കും. മൂന്നാമത് കിട്ടിയിരിക്കുന്നത് വീലാണ്. വീല് പറയുന്നതെന്ന് വെച്ചാൽ ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഈ ഒരു ഇപ്പോൾ ഉള്ളൊരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്കുള്ള ഫീലിങ്സ് ആണെങ്കിലും മറ്റേ ആളിൻ്റെ ഫീലിങ്സ് ആണെങ്കിലും ഇതൊന്നും സഡനായിട്ട് വന്നത് കാര്യങ്ങളല്ല. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ അത് ഉടനെ തന്നെ മാറും എന്നും വീല് പറയുന്നുണ്ട്. നിങ്ങളെ കുറച്ചും കൂടെ മെച്ചുവറായിട്ടുള്ള ഒരാളാക്കി മാറ്റാനും ബോൾഡായിട്ടുള്ള ഒരു ആളാക്കി മാറ്റാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് മാറ്റാനും ഒരു സ്പിരിറ്റായിട്ട് മാറ്റാനും ഒക്കെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് അറിയായകയൊന്നുമല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില പരീക്ഷണ ഘട്ടങ്ങളുമല്ല, നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടാണ് ഇതൊക്കെ. ഇപ്പം അനുഭവിക്കുന്നത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറിയിട്ട് സന്തോഷം വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഹാർഡ്ഷിപ്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന കാർഡിനെ ബേസ് ചെയ്തിട്ട് ഹാർഡ്ഷിപ്സ് തന്നെയാണ്. 6 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കാതെ യൂണിവേഴ്സിന് എല്ലാം സമർപ്പിച്ചിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒരു കരയ്ക്ക് അടുപ്പിക്കണേ എന്നുള്ളൊരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടേതല്ലെങ്കിൽ ഇത് മറ്റേയാളിൻ്റെ എനർജിയാണ്. 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല കയ്യിൽ. ഒട്ടിയിലുള്ളതെന്ന് വെച്ചാൽ കുറച്ച് തുണി മാത്രമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന
ബലം കാണും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണമെന്ന് വെച്ചാൽ യൂണിവേഴ്സ് ഇവിടെ ഈ ഒരു കടലിൽ കാക്കകളെ അയച്ചിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ കടലിൽ കാക്കകളെ അയച്ചിട്ട് കാക്കകൾ ആ കപ്പൽ അല്ലെങ്കിൽ ആ ബോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അതിൽ ബോട്ടിൽ നിൽക്കുന്ന ആൾക്ക് ആരാണിത് വലിച്ചുകൊണ്ട് പോകുന്നതെന്നും പോലും അറിയാൻ പാടില്ല. കാരണം ചുറ്റും മൂടൽ മഞ്ഞാണ്, അതുപോലെ കൊടുങ്കാറ്റുണ്ട്. പക്ഷേ കാക്കകളാണ് സ്ട്രിങ്സ് വലിച്ചുകൊണ്ട് പോകുന്നത്. വലിച്ചുകൊണ്ട് പോയിട്ട് ഒരു കരയ്ക്കെത്തിക്കും. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 5ാമത്തെ എനർജി എന്ന് പറയുന്നത് 8 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതും 24 hours ഉള്ള വർക്ക്. രാവിലെ 8 മണിക്ക് കയറിയാൽ രാത്രി 9 മണിക്ക് മാത്രം പുറത്തിറങ്ങാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വർക്കൊക്കെ ആയിരിക്കും. ചിലർ ഇതല്ല പഠിക്കുന്ന ആൾക്കാരായിരിക്കും, എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. മറ്റേ ആൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള എന്തോ ഒരു ജോലിയാണ് ചെയ്യുന്നതെന്നറിയാം. പക്ഷേ അതിൻ്റെ ഇടയിൽ വളരെ നല്ല രീതിയിൽ നിങ്ങളെ ഇമോഷൻസ് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, പക്ഷേ അപ്പോഴും നിങ്ങളെ ഇമോഷൻസ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു എനർജി. നമുക്ക് അടുത്ത എനർജി നോക്കാം. അടുത്ത ആളിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സ് വന്നില്ലേ, ഇവിടെ ഏസ് ഓഫ് കപ്സ്. ഒരാൾക്ക് ഇവിടെ ഉറച്ച രീതിയിലുള്ള ഒരു സ്നേഹമായിരുന്നെങ്കിൽ മറ്റേ ആൾക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ തുടക്കമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു മുകളിൽ കാണുന്ന എനർജിക്ക് അതൊരു ഞാൻ ഉറപ്പിച്ചു ഇതെൻ്റെതാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം, ഈ ഒരാളെന്ന് പറയുന്നത് എൻ്റെതാണ് എന്ന് ഒരാൾ ഉറച്ച് ചിന്തിച്ചിരുന്നപ്പോൾ മറ്റേ ആൾക്ക് അതൊരു സ്നേഹത്തിൻ്റെ തുടക്കമായിരുന്നു. ഏസ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഒരു തുടക്കം. മനസ്സിലായി? അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഈ ഒരു എനർജിയിലെ ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിലെ ഡിഫറൻസ് തന്നെ ആദ്യത്തേതാണ്. ഒരാൾക്കതൊരു ഉറച്ച സ്നേഹമായിരുന്നുവെങ്കിൽ മറ്റേ ആൾക്കതൊരു തുടക്കമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത് എന്താണ് പറ്റിയതെന്ന് നോക്കാം. ഇവിടെ ഒരു ഡെവിളിൻ്റെ എനർജി ഉണ്ട്. ഈ രണ്ടാമത്തെ എനർജിക്ക് സ്നേഹത്തിൻ്റെ ഒരു തുടക്കം, മറ്റേ ആൾക്കുള്ളതുപോലെ ശക്തമായിട്ടുള്ളൊരു ഫീലിങ്സ് ഒന്നുമല്ല. ഒരു ചെറിയൊരു സ്നേഹം മാത്രമായിരുന്നു. പക്ഷേ ഒരാൾക്കിവിടെ കൂടുതലും ഉണ്ടായിരുന്നത് ഡെവിൾ എനർജി ആയിരുന്നു. എങ്ങനെ നമുക്ക് മറ്റേ ആളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാം, എങ്ങനെ നമുക്ക് ഇൻറ്റിമേറ്റ് ആവാം, എങ്ങനെ നമുക്ക് ഒരു സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകാം, അതൊക്കെയായിരുന്നു ഒരാൾക്ക് കൂടുതലായിട്ടും മനസ്സിലൂടെ കടന്നു പോയ കാര്യങ്ങളെന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. മറ്റേയാൾക്ക് അത് അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമം അതിനകത്തുണ്ടായിരുന്നു എന്നും കൂടെ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒരാൾക്ക് ഭയങ്കരമായിട്ട് സ്നേഹം, മറ്റേയാൾക്ക് കുറച്ച് ഡെവിൾ എനർജിയാണ് മുന്നിട്ട് നിന്നിരുന്നത്. എഫെക്ഷൻ, ഫീലിങ്സ്, അതുപോലുള്ള ഇൻറ്റിമേറ്റ്, അതുപോലുള്ള എനർജിയാണ് കൂടുതലായിട്ടും ഇവിടെ നിന്നിരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു കാർഡ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ആൾ നല്ലതുപോലെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേയാളിൻ്റെ എനർജി ആയിരിക്കും. എന്നായിരുന്നാലും പല മെസ്സഞ്ചേഴ്സ് വഴിയും പല ആപ്ലിക്കേഷൻസ് വഴിയും പല രീതിയിലും ഒരാൾ മറ്റേ ആളിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, ആരോടൊക്കെ മിണ്ടുന്നു, സംസാരിക്കുന്നു എന്ന് വേണ്ട, എല്ലാ കാര്യങ്ങളും പല മെസ്സഞ്ചേഴ്സ്. ഇവിടെ കാക്കയുണ്ട്, ഇവിടെ മൂങ്ങയുണ്ട്, ബാറ്റുണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്. പക്ഷെ ഇതൊന്നും അത്ര നല്ല പോസിറ്റീവായിട്ടുള്ള പക്ഷികളൊന്നും അല്ല. മെസ്സഞ്ചേഴ്സാണ് ഇവരൊക്കെ, ആളിൻ്റെ മെസ്സഞ്ചേഴ്സാണ്. ഇവർ വഴി പല കാര്യങ്ങളും രാത്രിയും പകലും എല്ലാം അറിയുന്നുണ്ട്. രാത്രി ഔളും ബാറ്റും ആണെങ്കിൽ രാവിലെ കാക്കയെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡ്രാഗൺ ഫ്ലൈ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയും പകലുമുള്ള എല്ലാ കാര്യങ്ങളും പല രീതിയിലും ആൾ അറിയുന്നുണ്ട് എന്നാണ് എനിക്കിവിടുത്തെ ഒരു എനർജി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അയാളെക്കുറിച്ചോ അവളെക്കുറിച്ചോ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു എന്നാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇവിടെ പക്ഷേ ഒരു ഫാമിലി എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു ഫാമിലി എനർജി കണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിൽ ഈ ഏസ് ഓഫ് കപ്പിൻ്റെ ആളെന്ന് പറയുന്നത് വിവാഹിതനോ വിവാഹിതയോ ആണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, മക്കളുണ്ട്. അങ്ങനൊരു എനർജി ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലൊരാൾ മാരീഡായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരാൾ
മാരീഡ് അല്ല, മറ്റേ ആൾ മാരീഡ് ആണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് എനർജി ചെക്ക് ചെയ്യാം. അടുത്ത എനർജി എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ ആൾ ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഒരു പ്രപ്പോസലുമായിട്ട് വീണ്ടും ആൾ വരുന്നുണ്ട് എന്നാണ്. ഇവിടെ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്നുള്ളതാണ്. ഓക്കെ, 10 ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് സോഡ്സും ഒഴിച്ച് ബാക്കി എല്ലാം ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു തുടക്കം. അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും മാറാൻ പറ്റുന്ന ഒരു സ്നേഹത്തിൻ്റെ കപ്പാണ്. ഒരു ഉറപ്പില്ല, കിങ്ങാണ് ഉറപ്പ്. ഇവിടെ ഒരാൾക്ക് നല്ല ഉറപ്പാണ് ആൾക്ക്, പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഊഹവും ഇല്ല. അതുകൊണ്ട് ആൾ കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അതേസമയം വർക്ക് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, മറ്റേ സൈഡിലാണെങ്കിൽ ആൾക്കൊരിതൊരു ജസ്റ്റ് ഒരു ടൈം പാസ് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. മാരീഡാണ്, ആൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഡെവിൾ എനർജീസാണ്, നിങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പുള്ള ഒരു ബന്ധമല്ല, എപ്പോൾ വേണമെങ്കിലും മാറാം ആ ഒരു എനർജിയിൽ നിന്നും. ആ ഒരു എനർജിയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ എനർജി എന്ന് വെച്ചാൽ ഇതുപോലെ ഒരാൾക്ക് നല്ല ഉറപ്പ്, ഒരാൾക്ക് ജസ്റ്റ് സ്നേഹത്തിൻ്റെ തുടക്കം. സ്നേഹം ഇല്ലയെന്നൊന്നും പറയില്ല, സ്നേഹമുണ്ടെന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ മുന്നിട്ട് നിൽക്കുന്നത് അത് ഈ ഫാമിലി ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെ വരുള്ളൂ. ഫാമിലിയുടെ എനർജി ഇവിടെ വരുമ്പോൾ ആൾ ശ്രദ്ധിക്കുന്നത് കൂടുതൽ ഇൻറ്റിമേറ്റ് ആവാനും അടുത്തിടപഴകാനും ഒക്കെ ഉള്ള എനർജിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറന്നിരിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ബന്ധം വേണ്ട എന്നൊക്കെ ആലോചിച്ച് നിങ്ങളത് മറന്നിരിക്കുമ്പോൾ, നിങ്ങളത് ഒഴിവാക്കുമ്പോൾ ആൾ വീണ്ടും നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയുമായിട്ട് വരുന്നുണ്ട്, നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് കഴിഞ്ഞതിന് ശേഷം ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ചിന്തിക്കുക, നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പേയും നല്ല രീതിയിൽ ചിന്തിക്കുക. ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതുവരെ ചിന്തിക്കുക, ചിന്തിച്ചിട്ട് ശേഷം മാത്രം എന്തെങ്കിലും ഒരു തീരുമാനം ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കുക എന്നാണ് എനിക്കിവിടെ നിന്ന് പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്